മമ്മൂട്ടിയോ? ഇത് എനിക്കുള്ള പണിയാണല്ലോ. കൊല ഒഴിപ്പിക്കാത്ത പോലെ ഷെയർ വെച്ചിട്ട് അടിച്ചാൽ മതി. ഒരു 3000 രൂപ കൊടുക്കുമല്ലാണ് ഇല്ലേ പറ്റൂലെന്ന് പറഞ്ഞ് വിടും. താൻ എന്ത് പറഞ്ഞിട്ടാണ് ഇനി ഇങ്ങോട്ട് വിളിച്ചു വന്നത്? ഒരു ചെറുത് മേടിച്ചു തരാമെന്ന് പറഞ്ഞിട്ടല്ലേ? അത് ഞാൻ ഒന്ന് ചോക്കി മേടിച്ചു. അല്ല എനിക്ക് വിളിക്കണില്ലേ? താൻ ഇനി അണിക്കണ്ട, ഷെയർ വെച്ചിട്ട് അടിച്ചാൽ മതി കേട്ടോ. വിട്ടോ. ഓസിനടിക്കാൻ വന്നേ. ഓ കാണിച്ചു തരാടാ. പോ. ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് ഒരമ്മച്ചിന്റെ ഫുള്ളി എന്നോട് വെച്ചു. ശരി എമ്മച്ച്. പിന്നെ നിങ്ങൾ കണ്ടോ? കൊള്ളാം. പിന്നെ അവൻ കൊണ്ടുവന്നു നീ അറിയണം. പിന്നെ അല്ല കണ്ടോ? പറഞ്ഞോടാ ഇരിക്കണ് ഇല്ലേ? താൻ എന്ത് പറഞ്ഞിട്ടാണ് ഇനി ഇങ്ങോട്ട് വിളിച്ചു വന്നത്? ഒരു ചെറുത് മേടിച്ചു തരാമെന്ന് പറഞ്ഞിട്ടല്ലേ? ഞാൻ കേട്ട അടക്കണത് ഉള്ളത് ഫുള്ളാ ലിറ്റർ എന്താണ്ടൊക്കെ ഉണ്ടാക്കുന്ന പറഞ്ഞു. എങ്ങനെ ഉണ്ടാക്കുന്ന പറഞ്ഞിട്ട് ഞാൻ പോണേ. ഞാൻ പോടാ അങ്ങോട്ട്. എവിടെന്നെങ്കിലും കൂടെ തള്ളി കൊടുക്ക്. പറഞ്ഞു പോയി. ഇവിടെ പോയിണ്ടാക്കണം. നീ കിഴങ്ങനോട് ചോദിച്ചു നോക്കിയല്ലേ എന്തെങ്കിലും ഉണ്ടാവോ? നിന്നെ അന്വേഷിച്ചെടുക്കും. പറഞ്ഞെടുക്കണടാ. 500 എവിടെ നിന്ന്? ഇതാണാ പറഞ്ഞോളാ. ജോൺസൺ മൊരാളി മൊരാളുടെ കൂട്ടുകാരൻ ഉണ്ട്. പേഴ്സൊക്കെ എടുത്ത് മാറ്റി വെച്ചോട്ടാ. നിർത്തടാ. ആഹാ എന്താ ടൈമിങ്. ദേവന് ഒരാളുടെ കൂടെ പിടിച്ചതല്ലേ, അനുഭവിച്ചു. വടി വിഴുങ്ങിയ മമ്മൂട്ടിയോ? അളിയാ ഒരായിരം നീ ഒരു 150 തരാണ്ടല്ലോ. നിനക്കട തരാണല്ലേ? സമയത്തിന് ചോദിച്ചു മേടിക്കണ്ടോ? അച്ചടാ ഒത്തിരി ആൾക്കാർ കൊടുക്കാനുള്ള എന്തോടാ ഒരു ഉത്തരവാദിത്തം വേണ്ടേ? ഒരു കാഞ്ചി ഒരു 1150 പോയി. ഒരു മിനിറ്റ്. അമ്മേ KSBക്കാർ അങ്ങനെ പറഞ്ഞോ? അവർ പറഞ്ഞോളൂ എന്നെ കട്ട് ചെയ്യും. അമ്മയുടെ സീരിയൽ കാഴ്ച എന്തുവാണ് അതെ 2150. 2000 പോയി. പൈസ ഒന്നുമില്ല. നിന്റെ പണയം വെക്കാൻ വല്ല ഉണ്ട്? ഇത് മതിയോ? 150 രൂപ. പുതിയ ഫോണാ, ഒരു കൊല്ലം പോലും ആയിട്ടില്ല. ഇതിൽ പബ്ജി കളിക്കാൻ പറ്റുമോ? കളിക്കാൻ പറ്റുമോ? പബ്ജി കളിക്കാം. ഇതതിന് ഓണാകുന്നില്ലല്ലോ. ചുമന്ന സ്വിച്ചില്ലേ അത് ഞെക്കി നോക്കി ഓണാണ്ടാണല്ലോ. അതെ 150 രൂപ. ബാലൻസ് വല്ലതും നിന്റെ പണയം വെക്കാൻ എടുക്കും. നീ വേറെ വല്ലതും ഉണ്ടാകുന്ന നോക്ക് പണയം നോക്കാം. ബൈക്ക് മതിയോ? നല്ല ബൈക്കാ. വണ്ടിയൊന്നും വേണ്ട. ഇത് ഇവന്റെ തന്നെയാണ് മലയാളി. പണിയാവുക. ഒരു കുഴപ്പമില്ല, അടിപൊളി ബൈക്കാ. വണ്ടിയൊന്നും വേണ്ട. എന്നാ നോക്കാൻ എടുക്കുന്നേ? നമ്മള് കടയിലേക്ക് വണ്ടിയുടെ ഒരു ആവശ്യമുണ്ട്. ചുടുവിൽ കിട്ടണേ മേടിച്ചു. ചവിട്ട് മേടിക്കും. പണയത്തിനൊന്നുമില്ല, റെഡി ക്യാഷാണെ നോക്കാം. വിൽക്കാനോ? എന്നാ നീ എന്റെ വില പറ. അങ്ങനെയാണെങ്കിൽ ഒരു 5000 വരാമോ? നടക്കൂല ഷിബു, ഒരു 2000 രൂപ അങ്ങോട്ട് തരാം. അത് മുതലാവില്ല, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ഒരു 4000 രൂപ. ഒരു 3000 രൂപ കൊടുക്കും മലയാളി. അല്ലെ പറ്റൂലെന്ന് പറഞ്ഞ് വിടും. എന്നാ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, 3000 രൂപ ആണെങ്കിൽ എടുക്കാം. 3000-നാണ്
3000-നാണ് ഓക്കെ. പിന്നെ എന്നാ ഈ പേര് വെക്കണേ? ഇത് വണ്ടി തന്നെയാണോടാ? ഓക്കേടാ, ഒരു കുഴപ്പമില്ല. കണ്ടോ, ഓക്കെ കളി ഓക്കെ. എന്തുവാടാ ഇത്? ആ ഇനി അടിച്ചു നോക്ക്. പണ്ടാണ് ഓക്കെ ഇത് പറയുകയും ചെയ്തു. എന്താണോ ഇത്? മറിക്ക് മറിക്ക്, ഞാൻ ചവിട്ടും. ആ അയ്യോ അമ്മേ സ്റ്റാർട്ടാണേ. എന്ത് തേങ്ങയാണ്? അതെ, അടിച്ച് ശീലമില്ലാത്തോണ്ടാ. ശരിയായിക്കോളും. പോട്ടെ പോട്ടെ, വിട്ടോ പോട്ടെ, എങ്ങനെ നിർത്തണം, വിട്ടോ വിട്ടോ ചവിട്ടും. പോട്ടെ പോട്ടെ പോട്ടെ, ഓക്കെ ഓക്കെ. പല്ലൊക്കെ തേക്കും. താനിന്നലെ തന്റെ വണ്ടി വിറ്റിട്ട് അമ്മക്ക് മൂഞ്ചാൻ മേടിച്ചു കൊടുത്താ? തനിക്കെന്നെ വിളിക്കാൻ പാടില്ലായിരുന്നോ? ശെങ്കിലും ഞാനിവിടെ ഇല്ലാത്ത സമയത്ത് പിന്നെ നീ ഉണ്ടായിരുന്ന കുറെ ഉണ്ടാക്കിയാനെ. ഇത് ചോദിക്കണം. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇത് ചോദിച്ചോട്ടോ അവന്മാരോടെ ഉണ്ടാവും. ആ എനിക്കും അറിയാൻ പാടില്ല. തന്നോടൊന്നും പറഞ്ഞേ ഒരു കാര്യമില്ല. ഇപ്പൊ ചെന്ന് ചോദിച്ചാലേ 2 പെഗ്ഗെങ്കിലും ഉണ്ടാവും. ഞാൻ പോയി അടിച്ചിട്ട് വരാം. അത് ശരി, നീ രാവിലെ എനിക്കുണ്ടാകാൻ വന്നാണോ? ഇവിടെ എന്നെ കാണിക്കണ രാവിലെ എന്തോ ഒരു പണി വരുന്നുണ്ടല്ലോ. ഏത് നേരത്താണോ? എന്നാ പറ്റി? അമ്മേ എന്തൊരു വണ്ടി ഇഷ്ടപ്പെട്ടില്ലേ? കിട്ടോടാ. കുഴപ്പമൊന്നുമില്ലല്ലോ. വർഷോപ്പാരം പറഞ്ഞത് ഇത് ആക്രിക്ക് കൊടുക്കാനാ. എന്നെ പൊട്ട വണ്ടിയാണേ ഇത്. അതെ ഞാൻ പറയാം. ഇനി ഒരാളെ പറയും. ആരെങ്കിലും പറ. എന്നാ പൊട്ട വണ്ടിയാണ് ഇത്. വർഷോപ്പരം പറഞ്ഞ ആക്രി കൊടുക്കാനാ. ഇത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. ആ ഇത് നീ പറഞ്ഞത്, ഇത് ഞാൻ പറഞ്ഞത്. കണ്ട ഒരാള് പറഞ്ഞപ്പോ ശരിയാകണ്ട. പക്ഷെ ഇത് പൊട്ട വണ്ടിയാ. ഇതിന്റെ കുഴപ്പമില്ല. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. നീ ആ വണ്ടി അങ്ങനെ എടുത്തിട്ട് പൈസ തന്നെ. പൈസ എന്റെ ഇല്ല. ഞാൻ തീർന്നു പോയെന്ന് മുതലാളി പൈസ. മേടിക്കും മുതലാളി. പൈസ എന്താ രൂപേ? 1000 രൂപ ഞാൻ അമർക്ക് സ്മോൾ മേടിച്ചു കൊടുത്തു. കൂട്ടുകാർക്ക് സ്മോള് മേടിച്ചു കൊടുത്താ അതും മുതലാളിയുടെ പൈസ. പിന്നെ 1000 രൂപ ബില്ലടിച്ചു, കറണ്ട് ബില്ലടിച്ചു. ആ മുതലാളി കണ്ടില്ല, 3 ദിവസം ഇട്ടു. പിന്നെ ഒരു 1000 രൂപ ഉണ്ടല്ലോ. 1000 രൂപ എന്തേ? അത് ഞാൻ 3 ചോക്കി മേടിച്ചു. ആ മുതലാളി 100 രൂപ കുഞ്ഞോനെ. പക്ഷെ വല്ലപ്പോഴും ആളത് ഉപയോഗിക്കാറ്. മുതലാളി ഞാൻ ജോക്കി പരിപാടി. ജോക്കി എനിക്ക് ജോക്കിങ് കുക്കിന്ന് വേണം. നീ ആ കാശിങ്ങട് പൈസ തരും. അതെ, വേറെ ഒന്നുമില്ല. ഞാനേ കുറേ പേർക്ക് പൈസ കൊടുക്കാറുണ്ട്. അപ്പോൾ അത് ഈ മുൻഗണന ക്രമത്തിൽ ഞാൻ കൊടുത്തോണ്ടിരിക്കണേ. നിങ്ങളുടെ കൂടെ ആകുമ്പോൾ ഞാനങ്ങ് തരും. ആ കാശ് എന്നുള്ള വിവരം അറിയും. എടാ കുഞ്ഞോനെ കാശ് തരാന്നാ പറയണത്. അല്ല നീ എപ്പോ തരും? നിങ്ങളുടെ കൂടെ ആകുമ്പോൾ തരും. അല്ല എത്ര പേർക്ക് കൊടുക്കാറുണ്ട്? അതൊരു 100-150 പേർക്ക് കൊടുക്കാറുണ്ട്. നീ എത്ര പേർക്ക് കൊടുത്ത്? അതൊരു കൊടുക്കാൻ തുടങ്ങിയില്ല, കൊടുക്കണം.